എബിലിറ്റി ക്ലാസ്സിൽ ക്ലോക്ക് ഒരു പോർഷൻ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് ക്ലോക്കിലാണ് നമുക്ക് രണ്ട് ഹാൻഡ്സ് ആണുള്ളത്. അതായത് ഒരു അവർ ഹാൻഡും പിന്നെ ഒരു മിനിറ്റ് ഹാൻഡ്. അപ്പം അവർ ഹാൻഡ് ഷോർട്ട് ആയിരിക്കും, മിനിറ്റ് ഹാൻഡ് ലാർജ് ആയിരിക്കും. അതൊക്കെ നമുക്ക് അറിയാവുന്ന പോർഷൻ, അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ക്ലോക്ക് കണ്ടിട്ട് ഒരു റൗണ്ടിൽ ഒരു ക്ലോക്ക് നിങ്ങൾ സങ്കല്പിക്കുക. അതിന്റെ ടോട്ടൽ ആംഗിൾ ആയിരിക്കും, ഒരു സർക്കിളിന്റെ ടോട്ടൽ ആംഗിൾ എത്രയാണ്? 360 ഡിഗ്രി ആയിരിക്കും ഒരു സർക്കിളിന്റെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു ക്ലോക്ക് എത്ര ഡിവൈഡ് ചെയ്തത്? 1 2 3 4 5 6 7 8 9 10 11 12 അങ്ങനെ 12 പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു 360യെ 12 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ആംഗിൾ, ഇത്രയുള്ളൊരു ആംഗിൾ നമുക്ക് എന്താണ് മനസ്സിലാക്കാം? 30 ഡിഗ്രി ആണ് നമുക്ക് കിട്ടും. അതായത് ഒരു ഇപ്പൊ 1 o'clock ആണെങ്കിൽ അവിടെ അതിന്റെ ഇടയ്ക്കുള്ള ഒരു ആംഗിൾ എത്ര ആയിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ അവർ ആംഗിളിന്റെ കേസ് പറയാൻ പോവാണ്. അവർ ആംഗിളിന്റെ കേസ് പറയുമ്പോൾ ഈ ഒരു അവർ ആംഗിൾ വരുന്നത് ഒരു അവർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ്സ് ആണ് അല്ലെ? ഒരു അവർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ്സ് ആണ്. 60 മിനിറ്റ്സിൽ ഒരു അവർ ആംഗിൾ മൂവ് ചെയ്തത് 30 ഡിഗ്രി മാത്രമായിരിക്കും. അതായത് ഒരു അവർ ആംഗിൾ, ഒരു ഷോർട്ട് ഹാൻഡ് നമ്മൾ ഈ അവർ ആംഗിൾ ഒരു മണിക്കൂറിൽ 30 ഡിഗ്രി മാത്രമേ അത് മൂവ് ചെയ്യുന്നുള്ളൂ. പിന്നെ പറഞ്ഞു വെച്ചാൽ അപ്പം ഒരു മണിക്കൂറിന് 30 ഡിഗ്രി ആണെങ്കിൽ ഒരു മിനിറ്റിൽ എത്ര ആയിരിക്കും? ജസ്റ്റ് ഹാഫ് ഡിഗ്രി മാത്രമേ അത് മൂവ് ചെയ്യുന്നുള്ളൂ. ഇത്രയും നമ്മൾ മെയിൻ ആയിട്ട് പഠിച്ചിട്ട് ഏറ്റവും ബേസിക് ഇതാണ്. ഇനി അടുത്ത് നമ്മൾ ഈ ഒരു ക്ലോക്കിൽ പഠിക്കാൻ പോകുന്ന ഒരു മെയിൻ രണ്ട് ഇക്വേഷൻസ് ആണ്. ഒന്നെന്ന് വെച്ചാൽ ഈ രണ്ട് ഹാൻഡ്സ് തമ്മിൽ നമ്മൾ ഇതിലൊരു സമയം വരും. ആ ഒരു സമയത്തിൽ ആ രണ്ട് ഹാൻഡ്സ് തമ്മിലുള്ള ഒരു ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടി പറയും. അപ്പൊ അത് ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഇതാണ്. എന്താണ്? 30 അവർ മൈനസ് 11/2 മിനിറ്റ്. ഇതാണ് ആ ഒരു ഇക്വേഷൻ. ഇനി അടുത്തൊരു ഇക്വേഷൻ എന്ന് പറയുന്നത് റിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനുള്ളത്. ഇപ്പോൾ നമുക്കൊരു സമയം തരും. ആ ഒരു സമയം മിററിൽ കാണുമ്പോൾ ഒരു മിററിലൊരു സമയം തരും. ഇത് പറയും അത് യഥാർത്ഥത്തിൽ ആ ഒരു സമയം എത്രയാണെന്ന് ചോദിക്കും. അങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക് നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ എന്നുള്ളത് ഇതാണ്. എന്താണ്? നമ്മൾ ഒരു 11.16 നിന്ന് നമുക്ക് തരുന്ന ടൈം ഒന്ന് കുറയ്ക്കുക. അത്രയും ചെയ്താൽ മതി. ഇത്രയാണ് ബേസിക് ആയിട്ട് നമുക്ക് ഒരു ക്ലോക്കിൽ വേണ്ടുന്ന ഇക്വേഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് പ്രോബ്ലത്തിലേക്ക് കടക്കുകയാണ്. ഫസ്റ്റ് പ്രോബ്ലം വായിക്കാം. The angle between the minute hand and the hour hand of a clock when time is 4:20 is. അതായത് ഒരു 4:20 സമയം എത്തുമ്പോഴത്തേക്കും മിനിറ്റ് ഹാൻഡും അവർ ഹാൻഡും തമ്മിലുള്ള ആംഗിൾ എത്ര ആണെന്നുള്ളത് നമ്മൾ അതിനകത്ത് ഏത് ഇക്വേഷൻ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്? ഈ ഒരു ഇക്വേഷൻ. നമ്മൾ പറഞ്ഞു ഹാൻഡ്സ് തമ്മിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഇതാണെന്ന് അറിയാം അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. 30 അവർ മൈനസ് 11/2 മിനിറ്റ്. ഇതാണല്ലോ നമുക്ക് ഈ അവർ 4:20 ടൈം. ഇതിനകത്ത് 4 എന്ന് പറഞ്ഞാൽ അവറാണ്. അപ്പൊ ഈ ഒരു അവറിന്റെ അടുത്ത് നമ്മൾ 4 ഇട്ട് കൊടുത്താൽ നോക്കാം. 30 × 4 മൈനസ് 11/2 മിനിറ്റ് നമ്മൾ എത്രയാണ്? 20. ആ 20 ഇട്ട് കൊടുത്താൽ മതി. ചെയ്യുമ്പോഴത്തേക്ക് കിട്ടും 30 × 4 120 മൈനസ് 11/2 × 20. നമ്മൾ കട്ട് ചെയ്ത് കളയാം. അപ്പം 20 കൂടി കട്ട് ചെയ്തത് 10. അപ്പൊ 10 × 11 110. അപ്പം 120 മൈനസ് 110 എന്ന് പറയുന്നത് എത്രയാണ്? 10 ഡിഗ്രി ആണ് ഇവർ തമ്മിലുള്ള. അതായത് 4:20 എത്തുമ്പോഴത്തേക്കും ഈ രണ്ട് അവറാൻഡ് മിനിറ്റ് ആൻഡ് തമ്മിലുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 10 ഡിഗ്രി ആയിരിക്കും. നമ്മൾ സെയിം ഒരു പ്രോബ്ലം വേറൊരു ടൈം ഇട്ട് നമ്മൾ ചെയ്യാൻ പോവാം. നോക്കിക്കോ, ഇവിടെ 12:30. ദ ആംഗിൾ ബിറ്റ്വീൻ ദ മിനിറ്റ് ആൻഡ് ദ അവർ ആൻഡ് ഓഫ് ദി ക്ലോക്ക് വെൻ ടൈം ഇസ് 12:30 ഈസ്. ഏത് ഇക്വേഷൻ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്? ഇത് ആംഗിൾ ബിറ്റ്വീൻ ഹാൻഡ്സിനുള്ള ഇക്വേഷൻ. അപ്പൊ നോക്കിക്കോ, 30 അവർ മൈനസ് 11/2 മിനിറ്റ്. ഇവിടെ നോക്കിക്കേ, 30 അവർ അവരുടെ എത്ര? 12. അപ്പം 30 × 12 മൈനസ് 11/2 × 30 അല്ലേ? അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. 30 × 12 എത്ര വരുന്നത്? 360 മൈനസ് 11/2 × 30. നമുക്ക് 2 ആ 30 ക്യാൻസൽ ആയിട്ടാണ്. അപ്പം 15 വരും. 15 × 11. ഇവിടെ ട്രിക്ക് നിങ്ങൾ ഓർത്തിരിക്കുക. നമ്മൾ ഏതെങ്കിലും ഒരു നമ്പറിനെ 11 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ, അതായത് ഏതെങ്കിലും നമുക്ക് ഇവിടെ 15 എടുക്കാം. 15 × 11 വെച്ച് നമ്മൾ ചെയ്യാം. ട്രിക്ക് ഓർത്തിരിക്കുക. ആൻസർ ഈ 15 തന്നെ 15 എടുത്ത് എഴുതുക. അത് രണ്ടും കൂടി കൂട്ടുമ്പോൾ ഉള്ളതായിരിക്കും അടുത്ത ആൻസർ 165. വേറൊരു എക്സാമ്പിൾ പറയാം. നോക്കിക്കോ, 14 × 11 നമുക്ക് ചെയ്ത് നോക്കാം. നോക്കിക്കേ, എന്താ എഴുതേണ്ടത്? 1 ഉം 4 ഉം. എന്നിട്ട് ഇതിനോട് കൂടി നോക്കട്ടെ. 1 ഉം 4 ഉം 5 154 ആയിരിക്കും എന്റെ ആൻസർ. ഇതൊരു ട്രിക്ക് മാത്രമാണ്. ഇത് നമ്മൾ ജസ്റ്റ് ഓർത്തിരിക്കുക.
165. അപ്പം 360 165 മൈനസ് ചെയ്യുമ്പോൾ 195 ആണ് നമ്മുടെ ആൻസർ കിട്ടുക. പക്ഷെ കഴിഞ്ഞില്ല. നമുക്കിവിടെ കിട്ടിയ ആൻസർ നോക്കിക്കേ 195, അതായത് 180ക്കാട്ടി കൂടുതലാണ്. 180ക്കാട്ടി കൂടുതലാണ് നമ്മുടെ ആൻസർ എങ്കിൽ എപ്പോൾ നമ്മൾ എന്ത് ചെയ്യാമെന്ന് അറിയാമോ? 360 നിന്ന് ഈ കിട്ടിയ ആൻസറിനെ മൈനസ് ചെയ്യണം. അതായിരിക്കും നമ്മുടെ ഇവിടുത്തെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് 165. അത് കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കും. 12, 20 എന്നല്ല നമുക്ക് നോക്കിക്കേ. 12, 20 നമുക്കിപ്പോൾ ആദ്യം കിട്ടിയ ആൻസർ 195 എന്നുള്ളതാണ്. അത് നോക്കിക്കേ, അത് ഏറ്റവും ലാസ്റ്റ് നോക്കുമ്പോഴുള്ള ആൻസറാണ് 195 എന്നുള്ളത്. പക്ഷേ നോക്കിക്കേ, ഇങ്ങനെ തിരിച്ച് നോക്കുമ്പോൾ ഇതായിരിക്കും ഷോർട്ട് ആൻസർ. ഇതെടുത്താൽ മതി. അപ്പം ഇതാണ് 195, ഇത് 160. അപ്പോൾ നമ്മുടെ ആൻസർ എപ്പോഴും കറക്റ്റ് ആൻസർ ഇതായിരിക്കും. ഈ ഒരു ചെറിയൊരു ആൻസറായിരിക്കും നമ്മുടെ ആൻസർ. അപ്പോൾ 360 എന്നല്ല മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 160. അടുത്ത ഒരു ടൈപ്പ് ഒരു പ്രോബ്ലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളാം. An accurate clock shows 7 AM through how many degrees will the hour and rotate when the clock shows 1 PM? അതായത് 7 AM എന്ന ഒരു ടൈമർ 1 PM ലേക്ക് എത്തുമ്പോൾ അതിന്റെ അവർ ആൻഡ് എത്ര റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടതാണ്. അവർ ആൻഡ് റൊട്ടേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എന്താണ്? ഏത് സമയം തൊട്ട് ഏത് സമയം വരെ. ഇത്രയും ഓക്കെ അല്ലേ? അപ്പൊ നോക്കിക്കോ, 7 AM നിന്ന് 1 PM. അപ്പൊ നോക്കിക്കോ, 7, 8, 9, 10, 11, 12, 1. അപ്പൊ അവിടെ 6 ഗ്യാപ്സ് ആണ് അവിടെ വരുന്നത്. അപ്പൊ 6 ഗ്യാപ്സ് ആണ് ആ ഒരു ടൈം മിനിറ്റിനുള്ളിൽ വരുന്നത്. 6 ഗ്യാപ്സ്. പിന്നെ എന്താണ് പറഞ്ഞത്? ഇത് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ ഫസ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഒരു അവർ ആൻഡ് ഒരു മണിക്കൂറിൽ 30 ഡിഗ്രി മാത്രമേ മൂവ് ചെയ്യത്തുള്ളൂ. പക്ഷെ ഇത് എത്ര മണിക്കൂറുണ്ട്? 6 മണിക്കൂർ പോയി. അപ്പം ഒരു മണിക്കൂറിൽ 30 ആണെങ്കിൽ 6 മണിക്കൂറിൽ എത്ര ആണ്? അപ്പൊ 6 × 30 ചെയ്താൽ മതി. ആൻസർ 180. നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടും. നമ്മൾ അടുത്ത ഒരു ടൈപ്പ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. By 20 minutes past 4, the hour hand has turned through how many degrees? If then the clock is 12 PM. അതായത് 12 PM ഇരുന്ന ഒരു സമയം 4:20 എത്തുമ്പോൾ, അതായത് ആ 4:20 നമ്മൾ എങ്ങനെ എത്തിയത്? 20 minutes past 4. അതിന്റെ അർത്ഥം എന്താണ്? 4 മണി കഴിഞ്ഞ് ഒരു 20 മിനിറ്റ്സും കൂടി കഴിഞ്ഞു. അതായത് ടൈം എന്ന് പറയുന്നത് 12 PM നിന്ന് ക്ലോക്ക് എങ്ങോട്ടേക്ക് എത്തി? ടൈം 4:20 എത്തി. ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കാനുള്ള ഈ ഒരു ടേം ആണ് 20 minutes past 4 എന്ന് വെച്ചാൽ എന്താണ്? 4:20 എന്നാണ് ആ ടൈം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു സമയത്തിന്റെ നമ്മൾ നേരത്തെ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. അവർ ആൻഡ് എത്രത്തോളം റൊട്ടേറ്റ് ചെയ്യും. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? അപ്പം അവർ ആൻഡ് എത്രത്തോളം റൊട്ടേറ്റ് ചെയ്യും. പക്ഷെ ഇവിടെ അവർ ആൻഡ് മാത്രം കേസ് അല്ല നോക്കേണ്ടത്. നോക്കുമ്പോൾ 12 PM to 4:20 അല്ലേ നമ്മൾ നേരത്തെ ചെയ്ത കേസ് എങ്ങനെയായിരുന്നു? 12 PM to 2 o'clock അല്ലെങ്കിൽ 3 o'clock അങ്ങനെയായിരുന്നു. പക്ഷെ ഇവിടെ എന്താ വരുന്നത്? 12 PM to 4:20. ഇവിടെ ഒരു മിനിറ്റിന്റെ കേസും കൂടി ഇവിടെ വരുന്നുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കഴിയണം? അവർ ആൻഡിന്റെ റൊട്ടേഷൻ കഴിക്കണം, മിനിറ്റ് ആൻഡ് റൊട്ടേഷൻ കണ്ടുപിടിക്കണം. നോക്കാം. നമുക്ക് അവർ ആൻഡ് റൊട്ടേഷൻ നോക്കാം. 12 PM to 4:20 എന്നല്ലേ? അപ്പൊ 12 PM to 4 o'clock വരെയുള്ള നമ്മൾ അവർ ആൻഡിന്റെ റൊട്ടേഷൻ എത്താൻ നമുക്ക് നോക്കാം. 12 to 4. 12 കഴിഞ്ഞിട്ട് 1, 2, 3, 4. 4 hours ആണ്. അപ്പൊ അവർ ആൻഡ് നമ്മൾ ആദ്യം നോക്കുന്നത് അവർ ആൻഡിന്റെ റൊട്ടേഷൻ. അവർ ആൻഡിന്റെ റൊട്ടേഷൻ ഒരു 4 hours ഗ്യാപ്പ് ആണ് ഇവിടെ വരുന്നത്. അപ്പൊ 4 × ഒരു അവർ ആൻഡ് ഒരു മണിക്കൂറിൽ 30 ഡിഗ്രി ആണ്. അങ്ങനെ 4 മണിക്കൂറിൽ 4 × 30. അപ്പൊ എത്ര വരുന്നത്? 120 ഡിഗ്രി എന്ന് വരുന്നത്. ഓക്കെ അല്ലേ? കഴിഞ്ഞോ? ഇല്ല. ബാക്കി നമ്മൾ 20 മിനിറ്റ്സിന്റെ കൂടെ നമ്മൾ കണ്ടുപിടിക്കണം അല്ലെ? 20 മിനിറ്റ്സ് നോക്കിക്കേ, 1 മിനിറ്റിൽ ഹാഫ് ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ 20 മിനിറ്റ്സ് എത്ര ആയിരിക്കും? മിനിറ്റിന്റെ കേസിൽ എങ്ങനെയാണ് വരുന്നത്? 20 × ഹാഫ്. അപ്പൊ എത്ര വരുന്നത്? 10. നമുക്ക് ഈ രണ്ട് ആൻസർ കൂട്ടിയാൽ മതി. എത്രയാണ്? 120 + 10 എന്നുള്ളത് എത്രയാണ്? 130 ഡിഗ്രി ആണ്. ഈ ഒരു 12 PM to 4:20 വരെ ഈ ഒരു ക്ലോക്ക് മൂവ് ചെയ്യുമ്പോൾ അവർ ആൻഡിന്റെയും മിനിറ്റ് ആൻഡിന്റെയും റൊട്ടേഷന്റെ ഫുൾ ടോട്ടൽ ഡിഗ്രിയിൽ പറയുന്നത്. നമ്മൾ അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. റിഫ്ലക്ഷൻ. അതായത് നമുക്ക് മിററിൽ ഒരു ടൈം തന്നിരിക്കും, അതിന്റെ റിയൽ ടൈം നമ്മൾ കണ്ടുപിടിക്കണം. അത് വേറെ ഒന്നുമില്ല, നമ്മൾ ഈ രണ്ട് ഇക്വേഷൻസ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന ടൈം 12-നേക്കാൾ താഴെ ടൈം ആണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ഫ്രം 11:60. അല്ലെങ്കിൽ 12-നേക്കാൾ എബവ് ആയിട്ടുള്ള ടൈം ആണ് നമുക്ക് തരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ഫ്രം 23:60. ഓക്കെ, നമുക്ക് അതിനൊരു ടൈപ്പ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. By looking in a mirror, it appears that is 6:30. What is the real time? ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ വരുന്നത്. നമുക്ക് നോക്കാം. നമ്മൾ മിററിൽ എത്രയാണ് കണ്ടത്? 6:30. അപ്പൊ തന്നിരിക്കുന്ന സമയം എത്രയാണ്? 6:30. അങ്ങനെ നമ്മുടെ നോക്കിക്കേ 12-നേക്കാൾ താഴെ സമയമല്ലേ? നമ്മുടെ
മൈനസ് ചെയ്താൽ മതി ഒരു 630 മൈനസ് ചെയ്യും. അപ്പൊ എത്ര കിട്ടുന്നത് 1160 മൈനസ് 630 എന്ന് പറയുന്നത് 530. അപ്പം റിയൽ ടൈം എത്രയാണ് 530 ആണ്. ഇതേ കണക്ക് നമുക്ക് വേറെ ക്വസ്റ്റ്യൻ ചെയ്യാം. നമുക്ക് ഈ ടൈം മാറ്റി കൊടുക്കാം. അതായത് 12നെ കാട്ടി എബവ് ആണ് വരുന്നത് എങ്കിൽ 12നെ കാട്ടി എബവ് ആണ് നമ്മൾ ടൈം വരുന്നത് എങ്കിൽ നമുക്കൊരു ചെയ്ത് കൊടുക്കാം. അതായത് 12:20 എന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. By looking in a mirror, it appears that is 12:20. What is the real? നമ്മുടെ ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യേണ്ടത് ഈ സെക്കൻഡ്. കാരണം തന്നിരിക്കുന്ന സമയം 12നെ കാട്ടി എബവ് ആണ്. അപ്പോൾ നമ്മുടെ ഏത് ഇക്വേഷൻ സബ്സ്ട്രാക്ട് ഫ്രം 23:60. അപ്പം 23:60 നിന്ന് നമ്മൾ 12:20 എന്ന് മൈനസ് ചെയ്താൽ മതി. അപ്പം കിട്ടുന്ന ആൻസർ എത്രയാണ് 11:40. ഇത്രയേ ഉള്ളൂ റിഫ്ലക്ഷന്റെ ക്വസ്റ്റ്യൻസ്.